ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യൂൾടൈഡ് 2024 ഈ അവസാന ദിവസത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇതുവരെ ചൊരിഞ്ഞു തന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, നന്ദി കരയറ്റുന്നു. വളരെ ചെറിയ 2 ആശയങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ കുറിവാക്യമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായം 5 വാക്യമാണ്. ഞാൻ വായിക്കാം. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. നമുക്കേവർക്കും ഏറെ സുപരിചിതമായ സക്കായിയും കർത്താവും തമ്മിലുള്ള കണ്ടുമുട്ടലിൻ്റെ ആ ഒരു വേദഭാഗമാണ് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലം, ആ ഒരു സാഹചര്യമൊക്കെ നമുക്ക് ഏവർക്കും ഏറെ സുപരിചിതമാണ്. സക്കായി എന്ന വ്യക്തിയെ നമുക്ക് ഏവർക്കും അറിയാം. ചുങ്കം പിരിവുകാരനായ സക്കായിയെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലുള്ള മിക്കവർക്കും സക്കായിയോട് വലിയ താല്പര്യങ്ങളില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു ജനസമ്മതനായ വ്യക്തി ആയിരുന്നില്ല സക്കായി. അല്ലെങ്കിൽ ജനങ്ങളുടെ സ്നേഹം സമ്പാദിക്കുവാനായിട്ട് കഴിയാതെ പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു സക്കായി നാളതുവരെ. എന്നാൽ കർത്താവ് ആ ഒരു നാട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞ് സക്കായി കർത്താവിനെ കാണുവാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇവിടെ സക്കായിയെ സംബന്ധിച്ച് അയാൾക്കൊരു വലിയ കുറവുണ്ടായിരുന്നു. അയാൾക്ക് ഉയരം നന്നേ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ തിങ്ങി നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ കർത്താവ് കടന്നു വരുമ്പോൾ കർത്താവിനെ കാണുവാനായിട്ട് സക്കായിക്ക് സാധ്യമാവാതെ പോവുകയാണ് ചെയ്യുന്നത്, തൻ്റെ ഈ നീളക്കുറവ് മൂലം. അതുകൊണ്ട് തന്നെയാണ് സക്കായിക്ക് കാട്ടത്തിയുടെ മുകളിൽ കയറി നിന്ന് കർത്താവിനെ കാണുവാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ട് വന്നത്. ഇനി നമുക്കിതിൻ്റെ മറ്റൊരു വശം ചിന്തിക്കാം. യഥാർത്ഥത്തിൽ സക്കായി നല്ല ഉയരമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നിരിക്കട്ടെ. സക്കായിയെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലുള്ള ബാക്കിയുള്ളവരെക്കാളും ഉയരമുള്ള ഒരു വ്യക്തിയായിരുന്നു സക്കായി എങ്കിൽ തീർച്ചയായിട്ടും സക്കായിക്ക് കർത്താവിനെ കാണുവാനായിട്ട് ഇത്തരത്തിലൊരു എഫേർട്ട് ഇടേണ്ടതായിട്ട് വരുന്നില്ല. അല്ലെങ്കിൽ ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി നിൽക്കുന്ന അത്ര പ്രയാസപ്പെടേണ്ടതായിട്ട് വരുന്നില്ല. അയാൾ എല്ലാവരെയും പോലെ തന്നെ തിങ്ങി നിൽക്കുന്ന കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് കർത്താവിനെ കാണുവാനായിട്ട് ഇടയായി തീർന്നേനമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരുപക്ഷെ കർത്താവ് സക്കായിയെ നോട്ടീസ് ചെയ്യത്തില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഭാഗത്തിൽ നിന്നും പങ്കുവെക്കുവാനുള്ള ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാവാം, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവാം, നമ്മുടെ ജീവിതത്തിൽ ന്യൂനതകളുണ്ടാവാം, നാം ആഗ്രഹിക്കാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. എന്നാൽ നാം അതിൽ നിന്നും തിരിച്ചറിയേണ്ടതായ ഒരു സത്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മുടെ ആ കുറവുകൾ, നമ്മുടെ ആ പ്രയാസങ്ങൾ, നമ്മുടെ ആ ഒരു പ്രശ്നങ്ങളായിരിക്കാം നാളെ കർത്താവ് നമ്മെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്ന മുഖാന്തരങ്ങളായി മാറുന്നത് എന്ന് നാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തു വെക്കുവാനായിട്ട് നമുക്കിടയായിത്തീരണം. എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട് എന്നോർത്ത് എന്നും നിരാശപ്പെട്ടിരിക്കുവാനായിട്ടല്ല നാം ശ്രമിക്കേണ്ടത്. ആ പ്രയാസങ്ങളുടെ മധ്യത്തിൽ കർത്താവിനെ കാണുവാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ് നാം ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ സക്കായി ഇട്ട ആ ഒരു എഫേർട്ട് പോലെ കർത്താവിനെ കാണുവാനായിട്ടുള്ള ഒരു എഫേർട്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഇടുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ കാണുവാനായിട്ട് ഇടയായിത്തീരും. കുറവുകളുടെ മധ്യേ നിന്ന് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, കുറവുകളുടെ മധ്യേ നിന്നുകൊണ്ട് കർത്താവിനെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന, കർത്താവ് എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന, കർത്താവ് എന്നെ തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നാമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ കാണാതെ പോവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, കുറവുകൾ ഉണ്ടാകുമ്പോഴൊക്കെ അതോർത്ത് തളർന്നു പോവുകയോ നിരാശപ്പെടുകയോ ചെയ്യുന്നതിന് പകരം അതൊക്കെ കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ, കർത്താവ് ഏറ്റവും നല്ല സ്നേഹിതനായി നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള അവസരമാണ് അതിലൂടെ ഉണ്ടാവാൻ പോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഏവർക്കും ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണം. ഇനി സക്കായി എന്ന വ്യക്തി കർത്താവ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൽ കുറിവാക്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വാക്യം 19 അധ്യായം 5 വാക്യമാണല്ലോ. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. കർത്താവ് സക്കായിയുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം സംഭവിക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഇടയായിത്തീരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാനസാന്തരം ഇടയായിത്തീരുന്നു. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായം 10 വാക്യത്തിൽ നാം വായിക്കുന്നു, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ 15 അധ്യായത്തിൽ തന്നെ 2 തവണ ഇതേ വാക്യം റിപ്പീറ്റ് ചെയ്തു പോകുന്നുണ്ട്. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ഏറെ സന്തോഷിക്കുന്നു എന്ന വസ്തുത. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടാവാം, നമ്മളുടെ ജീവിതത്തിൽ നാം പല തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ
നാം കർത്താവിൻ്റെ സന്നിധിയിൽ മാനസാന്തരപ്പെടുവാനായിട്ട് ഉള്ളൊരു മനസ്സുമായി കടന്നു വരുവാനായിട്ട് നാം തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ കാണുന്ന നല്ല ദൈവമാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ മറുപടികൾ തരും. നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് പരാതിപ്പെടാറുണ്ട്, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം പോലെ നടക്കുന്നില്ലല്ലോ, എനിക്ക് നന്നായിട്ടും എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ജോലി ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലല്ലോ, എനിക്കത് കിട്ടുന്നില്ലല്ലോ, ഇത് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെയുള്ള പല പരാതികളും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വെക്കുന്നവരായിരിക്കാം. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് മാനസാന്തരപ്പെടാനുള്ള ഒരു മനസ്സ്, മനസ്താപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കണമെങ്കിൽ ആദ്യം നമ്മുടെ തെറ്റുകളെ, നമ്മുടെ കുറവുകളെ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പിഴവുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുവാനായിട്ട്, കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവ് എന്നോട് കരുണ തോന്നണമേ എന്ന് യാചിക്കുവാനുള്ളൊരു മനസ്സ് നമുക്ക് ഏവർക്കും ഉണ്ടാകുവാനായിട്ട് ആദ്യമേ ഇടയായി തീരണം. അതിനുശേഷം കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന, ആ ഒരു പ്രാർത്ഥനയെ ചൊല്ലി കർത്താവ് തീർച്ചയായിട്ടും സ്വർഗം സന്തോഷിക്കുവാനായിട്ട് ഇടയായി തീരുകയും ചെയ്യും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ വർഷിപ്പിക്കുവാനായിട്ട് ഇടയായി തീരുകയും ചെയ്യും. കർത്താവ് നമ്മളുടെ മനസ്സിൽ പാർക്കണം എന്നുണ്ടെങ്കിൽ നല്ല പുൽക്കൂടുകൾ നമ്മുടെ മനസ്സ് ആയി നാം തീർക്കണം. ഭൂമിയിലുള്ള പുൽക്കൂടുകൾ നാം ക്രമീകരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മനസ്സൊരു നല്ല പുൽക്കൂടായി കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട്, കർത്താവിനെ വെൽക്കം ചെയ്യുവാനായിട്ട് നാം ഒരുക്കി വെക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും കർത്താവ് നമ്മോടൊപ്പം പാർക്കുകയും ചെയ്യുന്നത്. നല്ല സ്നേഹിതനായി കർത്താവിനെ നാം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല പുൽക്കൂടുകളായി നമ്മുടെ ഹൃദയങ്ങൾ മാറ്റുവാനായിട്ട് നമുക്ക് ഏവർക്കും ഇടയായി തീരണം. ഈ ക്രിസ്മസ് കാലയളവ് നല്ലൊരു പുൽക്കൂട്, നമ്മുടെ മനസ്സ് നല്ലൊരു പുൽക്കൂടാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ഏവർക്കും ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ പുതുവത്സരം മാനസാന്തരത്തിൻ്റെ ചെയ്തു പോയ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മനസ്താപത്തോടെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ നമ്മെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തീർക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാട്ടെ.